വയനാടിൻ്റെ കബനി നദി പിറക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ വെച്ച് മാനന്തവാടി പുഴയും പനമരം പുഴയും ഒന്നു ചേർന്ന് കബനിയായി പിറന്ന് കിഴക്കോട്ടേക്ക് ഒഴുക്ക് തുടങ്ങുന്നു. ഈ രണ്ട് നദികളും കൂടിച്ചേരുന്ന ഇടം കൂടൽക്കടവായി മാറി. കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയായ കബനി ഇവിടെ തുടങ്ങി കിഴക്കോട്ടേക്കൊഴുകി വയനാടിനെ ആകെ കുളിപ്പിച്ചുകൊണ്ട് കർണാടകയിലേക്ക് പ്രവേശിച്ച് കാവേരിയിൽ ലയിക്കുന്നു. കബനി ഒഴുകിത്തുടങ്ങുന്ന കൂടൽക്കടവിൻ്റെ ഒരു വശം കുറുവാദ്വീപും മറുവശം കൂടൽക്കടവ് ഗ്രാമവുമാണ്. കൂടൽക്കടവിലെ ചെക്ക് ഡാം വലവീശി മീൻ പിടിക്കുന്നവരുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഏത് സമയത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും ഒരുപാട് വല വീശുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. ഈ ഇടതുവശത്ത് കാണുന്ന മണ്ണിട്ട വഴി പാൽവെളിച്ചത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു എളുപ്പവഴിയായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുറുവാദ്വീപിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ മനോഹരമായ സ്ഥലം നമ്മുടെ നാട്ടിലായിപ്പോയത് കൊണ്ട് മാത്രം ആരാലും അറിയപ്പെടാതെ ഇങ്ങനെ വെറുതെ കിടക്കുന്നു. വയനാടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇതെന്നുള്ള കാര്യം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പോലും മറന്നുപോയിരിക്കുന്നു. മാനന്തവാടിയിൽ നിന്നും പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയും സുൽത്താൻ ബത്തേരിൽ നിന്ന് പുൽപ്പള്ളി വഴി മാനന്തവാടിക്ക് പോകുന്ന വഴിക്കും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. കുറുവാദ്വീപിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കുറുവാദ്വീപിലേക്ക് വരുന്ന സഞ്ചാരികൾക്കൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കൂടൽക്കടവ്. കബനി നദിയുടെ തുടക്കം ഇവിടെയാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം എന്നുള്ള സംശയം ബാക്കി നിൽക്കെ ബാക്കിയെല്ലാം പ്രതീക്ഷകളായി തന്നെ തുടരുകയാണ്. ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്നോ എത്ര ആളിലേക്ക് എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഈ സ്ഥലം കാണാത്ത ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. See you.